ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ സ്നേഹവന്ദനം തരുന്നു. We extend our gratefulness in the name of our Lord and Savior Jesus കേൾക്കപ്പെട്ട Christ. സാക്ഷ്യങ്ങൾക്കും ദൈവവചനങ്ങൾക്കുമായി സന്തോഷത്തോടെ സ്തോത്രം അർപ്പിക്കുന്നു. We give thanks for the testimony and for the word of God that has been shared within us. യേശു ക്രിസ്തു അവകാശപ്പെട്ടു, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, ഞാൻ നല്ല ഇടയനാണ്. അങ്ങനെ ഞാൻ എന്ന് കർത്താവിന്റെ അവകാശവാദങ്ങൾക്കായി നമുക്ക് സന്തോഷിക്കാം. Let's thank God because Jesus has said that I am the bread, I am the wine, because he said I am who I am. ഒരിക്കലും യേശു പറഞ്ഞില്ല ഞാനും ഒരു ഇടയനാണ്, ഞാനും ഒരു മുന്തിരിവള്ളിയാണ്, ഞാനും ഒരു വാതിലാണ് എന്നല്ല, ഞാൻ വാതിൽ ആകുന്നു. Jesus never said that in a plural sense that we are, but he said that I am who I am. നമ്മുടെ കർത്താവിന്റെ അവകാശവാദങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് കർത്താവിൽ ആശ്രയിപ്പാൻ ഒന്നുകൂടെ സാധിക്കും. So let us come once again in the presence of God because he has said that who he is. രാത്രി ഒരുമിച്ച് ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. God is going to bless each one of us tonight. എനിക്ക് ഈ വീടിനെ കുറിച്ച് വലിയ സന്തോഷമുണ്ട്. I'm very happy about this house. ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ കുടുംബത്തിന് ദൈവവചനപ്രകാരമുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കും. If a family needs to be blessed, there should be something that the God has enabled us for the family to be blessed. ഒരു കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം അവിടെ ഒരു നായകൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. The main thing for a family to be blessed is there should be a person to lead over there. അവിടെ നായകർ ഉണ്ടായാൽ ആ കുടുംബം ശരിയാകത്തില്ല. ഒരു നായകൻ ഉണ്ടായിരിക്കും. If there are many leaders in the house, it do not work, but there should be a leader. നമുക്കൊക്കെ ഡ്രൈവിംഗ് അറിയാം. നമ്മൾ ഒരുമിച്ച് പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. Everybody knows over here how to drive, and we drive together. പക്ഷേ ഒരാളെ ആ സമയത്ത് വണ്ടി ഓടിക്കത്തുള്ളൂ. There's only one person who drives the car. ഡ്രൈവിംഗ് അറിയാവുന്ന എല്ലാവരും കൂടി വണ്ടി ഓടിക്കാൻ തുടങ്ങിയാലോ? What will happen if everybody starts driving together? ഒരാൾ പറയണ സ്റ്റിയറിംഗ് ഞാൻ പിടിക്കാം, ബ്രേക്ക് വേറൊരാളുടെ കയ്യിൽ, അങ്ങനെ ഓരോരുത്തർ എടുക്കാൻ നോക്കിയാൽ വണ്ടി ഓടി നടക്കത്തില്ല. You can never drive if somebody tells that I'm going to hold the steering, the other person says I'm going to take the വീടിന് brake. ഒരു നായകൻ ഉണ്ടായിരിക്കും. For a house, there should be a person to lead. അതാണ് അവിടുത്തെ പിതാവ് അല്ലെങ്കിൽ അവിടുത്തെ ഭർത്താവ്. That should be the father or the husband. അത് എവിടെ നഷ്ടപ്പെട്ടു മാറുമോ ആ കുടുംബം നിലനിൽക്കത്തില്ല. So where it is lost, the family cannot sustain. കാരണം അത് ദൈവം വച്ചിരിക്കുന്നതാണ്. Because that is the principle of God. രണ്ടാമത് ആ വീടിന് ഒരു നിയമവശം ഉണ്ടായിരിക്കും. Secondly, there should be something that God has put in that house. കുത്തഴിഞ്ഞ ഒന്നല്ല ഒരു വീട് എന്ന് പറയുന്നത്. Just to be wayward is not what God wants. അതിന് ഒരു നിയമവശം, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും. There should be a strong principle for that. ചില വീടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭർത്താവ് ഇല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കില്ല. Many a times we see some houses, if a husband is not alive, the wife will not stay. ഭാര്യ ചായ ഒഴിക്കണേ, ഭർത്താവ് തിട്ട ഉണ്ടാക്കി അവിടെ അടുക്ക കൊണ്ടു കൊടുക്കും. If a wife needs to have tea, the husband needs to make it for her. എന്തോ ചെയ്യണമെങ്കിലും ഭർത്താവ് വേണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല വീട്ടിൽ. For anything to do, there should be a husband, otherwise it will not happen. ചില വീട്ടിൽ തിരിച്ച ഭർത്താവ് ഷർട്ട് ഇടണേ, ഭാര്യ ഇടിയിക്കണം. അവിടെ ഭാര്യ ഇല്ലേ, ഭർത്താവ് ജീവിച്ചിരിക്കത്തില്ല. For some other houses, a husband needs to be dressed by the wife. ചില വീട്ടിൽ അങ്ങനെയല്ല, അവരവരുടെ കാര്യം നോക്കും. ഞാൻ എന്റെ കാര്യം, നീ നിന്റെ കാര്യം. In some places it's different. It's just you take care of it and I'll take care of it. ചില വീട്ടിൽ അങ്ങനെയല്ല, രണ്ടുപേരും കൂടി അവരുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ, വേറെ ആരുടെയും കാര്യം നോക്കത്തില്ല. In some places two people just take care of themselves, but others they do not take care of it. ഇതൊന്നും ശരിയായ വഴികളല്ല. These are not the correct way. ഞാൻ ഈ പറയുമ്പോൾ ഇങ്ങനെയുള്ള പല കുടുംബങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരും. When I say this, you might know many families. ചില ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്ര നല്ല മരുമോനെ എനിക്ക് കിട്ടിയത്, അവൾ എഴുന്നേക്ക് മുമ്പേ ചായ ഇട്ട് അവിടെ കിടക്കെ കൊണ്ട് കൊടുക്കും. Many people say that I got a good son-in-law, before he gets up my daughter brings tea. അത് നല്ല മരുമോനല്ല. It's not a good son-in-law. അതുപോലെ തിരിച്ചും ചിന്തിച്ചു കൊള്ളണം, അതൊന്നുമല്ല ദൈവഹിതപ്രകാരമുള്ള കുടുംബജീവിതം. You can think vice versa as well. That's not what God belongs to. വേദപുസ്തകം കാണിക്കുന്ന അനേക മാതൃക കുടുംബങ്ങളുണ്ട്. There is a lot of things that the Bible shows us. അതിനകത്ത് ഭർത്താവിന്റെ സ്ഥാനം, ഭാര്യയുടെ സ്ഥാനം, അപ്പന്റെ സ്ഥാനം, അമ്മയുടെ സ്ഥാനം, മക്കളുടെ സ്ഥാനം ഒക്കെ കിടക്കുകയാണ്. The position of a husband, wife, father, mother and children is situated അത് in സുബോധത്തോടെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. If you are able to understand it correctly, then you can work according God's ഒരു word. വലിയ വീട് പണിതുകൊണ്ടോ ഒരു നല്ല കാർ വാങ്ങിച്ചത് കൊണ്ടോ അത് ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബമാകത്തില്ല. Building a big house or buying a big car is not something that God wants you to നമ്മൾ do. ഉടുക്കുന്ന തുണിയോ കിടക്കുന്ന വീടോ ഒന്നുമല്ല ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണം. നമ്മുടെ ജീവിത അനുഭവത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന സ്വഭാവ ശുദ്ധിയാണ്. It's not that what you wear or where you sleep, but what is important is how you lead a good Christian life. നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ കുടുംബം ദൈവത്തിൻ്റെതല്ല.
Are you praying with your wife? If not, then it is not according to Christian നീ life. നിന്റെ ഭാര്യ ഒരുമിച്ച് വേദപുസ്തകം വായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവർ ദൈവത്തിന്റെ അല്ല. If you and your wife is not reading the Bible together, if not, then you do not belong to നീ God. നിന്റെ ഭാര്യ ഒരുമിച്ച് ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് ദൈവികമല്ല. If you and your wife is going together to worship somewhere, if not, then you are not നീ doing it നിന്റെ correctly. ഭാര്യയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് ദൈവികമല്ല. If you, your wife and children do not come together in God's word, then you do not come നീ according to നിന്റെ His ഭാര്യ word. ഒരുമിച്ച് TV കാണുന്നുണ്ടായിരിക്കാം. You might sit with your wife and watch the television, എന്നാൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? but do you pray together? നമ്മൾ പറയും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? You might say that I pray a lot, but do you pray together? ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്ത ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കരുത്, രണ്ടായി ജീവിക്കണം. I would always say that if you are not able to come together in prayer, then you should separate yourself. അവരെന്തിനാ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് Then ജീവിക്കുന്നത്? why do they claim being a husband and a wife? ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. If God has put together, then you will pray together as അതിന് well. തടസ്സമായി നിൽക്കുന്ന ശക്തികളുടെ മേൽ ജയമെടുപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളല്ല. If you are not able to overcome the situation, then you are not able to say you are a കാതിലും Christian. കഴുത്തിൽ വിടുന്ന ആഭരണം മാറ്റിയത് കൊണ്ട് നമ്മൾ വിശ്വാസികളാകത്തില്ല. You throw away your ornaments, you do not become a true Christian. യോഗസ്ഥലത്തിരുന്ന് അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ സ്തോത്രം പറഞ്ഞതുകൊണ്ടോ ഒച്ചത്തിൽ പാടിയത് കൊണ്ടോ നമ്മൾ ദൈവമക്കളാകത്തില്ല. You say some words and you start praying loudly, you do not become a നമ്മുടെ Christian. ദൈനംദിന ജീവിതത്തിൽ ദൈവവചനപ്രകാരം ജീവിപ്പാൻ നമുക്ക് കഴിയണം. In your day-to-day life, you should be able to live a true holy Christian life. അതാണ് ദൈവമക്കൾ. That is what God's children അവർ are. അപ്പാർട്ട്മെന്റിൽ താമസിച്ചാലും കൊട്ടാരത്തിൽ താമസിച്ചാലും അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായി. Even though they stay in an apartment or in a palace, it's God's children. ഞാൻ പറയുന്നു, ദൈവമക്കളായി അഭിനയിക്കരുത്, ദൈവമക്കളായി ജീവിക്കണം. I would always recommend that do not do that something that you are a true Christian, live like a true Christian. നമ്മുടെ സത്യത്തിൽ നാം വളരെ പരാജയപ്പെട്ട ജീവിതം. Many a times we are defeated or deceived in our ഒന്ന് Christian മടങ്ങി life. വരുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. Many a times I would say, come back. നമ്മൾ ദൈവം അനുവദിച്ചാൽ ഈ അടുത്ത മാസം അവസാനം 3 ദിവസം ക്ലാസ് നടത്താൻ ആഗ്രഹിക്കുക. God willingly, the next month, 3 days, we are going to have a Bible class. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ക്ലാസ്സാണ് മരണാനന്തര അനുഭവത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ. When I prayed, God put in my heart this topic of life after death. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളെ പ്രത്യേകം ഓർപ്പിക്കുന്നു. This night I am reminding you, ഞാൻ ഈ വർഷം ആരംഭിച്ചപ്പോൾ ദൈവം നമുക്കൊരു വാക്യം തന്നല്ലോ. when this year started, God gave us a ഒരു verse. സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? Will a woman forget her own child? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. Even though she forgets, I am not going to forget അതിന് you. കർത്താവ് എനിക്ക് തന്ന ഒരു ചിന്ത ഞാൻ തന്നു. This is what God has put in my heart. ചില ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. Many a times you lose relations, എങ്കിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. but God is going to be with us. ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നു. Tonight I'm going to remind you once again, ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും. you might lose a lot of things, എങ്കിലും കർത്താവ് നമ്മെ കൈവിടുകയില്ല. but God is not going to leave you all. എന്നാൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യാം. I would encourage each one of you to pray and attend this meeting. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി. Last week a sister told me in this way, പാസ്റ്ററെ, ആരൊക്കെ ചോടിച്ചാടി നടന്ന ഒരു സ്ത്രീയെ പെട്ടെന്ന് ബ്രെയിൻ ക്യാൻസർ ആയിരിക്കുന്നു എന്ന്. a woman who has strength within herself has got a brain cancer. ചിന്തിക്കുവാൻ കൂടെ സാധിക്കത്തില്ല, അത്ര പെട്ടെന്നാണ് അവർക്കുണ്ടായ പ്രയാസം. I cannot even imagine, and the tragedy just happened so quickly. എന്തെല്ലാം അവർക്കുണ്ടെങ്കിലും എന്താണ് പ്രയോജനം? She had a lot of things, but what is the use right now? അവരെ ഈ നാട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. She stays in this place and I have gone to her house. ഭർത്താവിനേക്കായി ഒക്കെ ഒത്തിരി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. She talks a lot. താൻ ഏതാണ്ടൊക്കെയാണ് എന്ന് ചിന്തിച്ച ഒരു She സ്ത്രീയാണ്. thinks that she was something, എന്നാൽ ഇന്നെല്ലാം സീറോയായി മാറിയിരിക്കുകയാണ്. but today she is zero. അവർക്ക് ഒരു കാലാവധി ദൈവം ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. Doctor has situated a time for her. ഇത്ര നാൾ കൂടെ നീ ജീവിച്ചിരിക്കത്തുള്ളൂ. The doctor has said you are going to live only so many times. ഇത്രയും ഇനിയുള്ള ആ ദിവസം അവരുടെ ജീവിതം എത്രമാത്രം വൈഷമ്യമുള്ളതാണ്. Do you remember, like, you can think how difficult it is for her ഈ to live? ലോകത്തിലെ ചികിത്സയ്ക്ക് അവരെ സൗഖ്യമാക്കുവാൻ കഴിയത്തില്ല. This place cannot heal her. അവർക്ക് ചികിത്സിക്കുവാൻ ധാരാളം പണമുണ്ട്, പക്ഷേ പ്രയോജനമില്ല. She has a lot of money to go to the hospital, ഈ but രാത്രി ഞാൻ cannot. ദൈവാത്മാവിൽ പറയുന്നു, എല്ലാവരും ദൈവത്തെ ഭയപ്പെടണം. Let me tell you, the Holy Spirit, fear God. നിങ്ങളുടെ കൈവശമുള്ള പണമോ ബാങ്ക് ബാലൻസോ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങളുടെ വീടോ നിങ്ങൾക്കുള്ളവരോ ഒക്കെ വെറും
ഒന്നുമില്ല എന്ന് ഓർത്തുകൊള്ളേ. Whatever you have in your life is not something that is great. ദൈവത്തെ ഭയപ്പെടുക. You have to fear God. ഞാൻ ശവസംസ്കാരം നടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പറയാറുണ്ട്. Many a times when I finish a funeral service, I say like this. ഞാൻ മണ്ണയിട്ടതിന് ശേഷം മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ മണ്ണിട്ട ശേഷം After I put the mud over there, ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. I ask like this. ഇതാകുന്നു മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ ധനവാൻ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? If this is the end of a man, why should a rich boast about his richness? ഇതാകുന്നു മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ ബലവാൻ തന്റെ ബലത്തിൽ പുകഴുന്നത് എന്തിന്? If this is what man's end is, if a strong person, why is he ഇതാകുന്നു claiming on his മനുഷ്യന്റെ strength? അവസ്ഥയെങ്കിൽ മനുഷ്യൻ തന്റെ സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നത് If എന്തിന്? this is a man's end, why is he claiming on his beauty? എല്ലാത്തിന്റെയും സാരം കേട്ടുകൊള്ളുക. The only message over here is ദൈവത്തെ ഭയപ്പെടുക. fear God all the time. ദൈവത്തെ ഭയപ്പെടുക. Fear God all the time. എല്ലാ മനുഷ്യർക്കും വേണ്ടുന്നത് ഇതാണ്. This is what all mankind needs. ഇന്ന് രാത്രി ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. Let's fear God tonight, my brethren. മനസ്സാന്തരപ്പെടാം. Let us come back to God. നമുക്ക് അനുതപിക്കാം. Let us repent ourselves. ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലാം. Let us come towards God. ഞാൻ എന്തിനാണ് ഈ രാത്രി ഇങ്ങനെ ഓർപ്പിക്കുന്നത്? Do you know why I'm telling you this way? ഈ വീടിനെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം I അർപ്പിക്കുന്നു. praise God for this house. കർത്താവ് സഹായിക്കട്ടെ. God bless them. നമുക്ക് സുബോധമുള്ളവരായി ജീവിക്കാം. Let us make understanding within ഞാൻ ourselves. നിങ്ങളോട് ഈ രാത്രി പറയുന്നു, I'm telling you this way tonight. നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതിനേക്കാൾ നിങ്ങളുടെ കഴിവ് കേടുകളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകുക. Think about something which you cannot do rather than thinking what you can do. എനിക്കിപ്പോൾ പ്രസംഗിക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. I know that I can preach today. അതിനേക്കാൾ എനിക്ക് ആവശ്യമായിരിക്കുന്നത് എനിക്ക് അറിയാൻ വയ്യാത്തതിനെ കുറിച്ച് ഞാൻ ബോധവാനാകണം. More than that, what I cannot do, that's what I need to realize in my അങ്ങനെ life. നമുക്ക് പലതിനെയും അതിജീവിപ്പാനായി സാധിക്കും. So in that way we can overcome a lot of things. കർത്താവ് സഹായിക്കട്ടെ. God is going to enable us. തമ്പി ബ്രദറെ സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശം കിട്ടി. When our Thambi uncle was speaking, God spoke to me this way. ശിംശോനെ കുറിച്ച് സംസാരിക്കുവാൻ For Samson, വേദപുസ്തകത്തിലെ 7-ാമത്തെ പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. it's the 7th book in the Bible. 111 വർഷക്കാലം സ്വദേശത്ത് അടിമകളായി പാർത്ത ഇസ്രയേലിന്റെ ചരിത്രമാണ് ആ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഉള്ളത്. It is written for 111 years they were exiled. ഇസ്രയേൽ മക്കളെ മോശയാണ് മരുഭൂമിയിൽ കൂടെ നടത്തിയത്. Moses led the Israelites out of Egypt. കനാൻ ദേശം അവർക്ക് കൊടുക്കുവാനായി ദൈവം ഉപയോഗിച്ചത് മോശയ്ക്ക് ശേഷം ജോശുവയെയാണ്. Joshua was used after Moses for claiming Canaan. ജോശുവ ആ ദേശത്ത് അവർക്ക് ഒരു നന്മയായി ഭരണം നടത്തി. Joshua was a good leader for them. എന്നാൽ ജോശുവ മരിച്ചു. Joshua died then. ജോശുവ അനേക കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് അവിടെ പാർക്കേണ്ട രീതി മനസ്സിലാക്കി കൊടുത്താണ് ജോശുവ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയത്. Joshua passed away from this world after teaching them and leading them in a good way. എന്നാൽ ജോശുവയ്ക്ക് ശേഷമായിട്ട് ആ ദേശത്തോട് അവർ ഇടചേർന്നു. After Joshua, they started acquainting with the world there. ആ ദേശത്ത് താമസിച്ചിരുന്നവരുടെ പേരാണ് കനാന്യര്. The people who stayed there were Canaanites. അവിടെ പെലിസ്ത്യരും താമസമുണ്ടായിരുന്നു. You were there, Philistines were too ആ there. ദേശത്ത് പെലിസ്ത്യർ താമസിച്ചുകൊണ്ടാണ് പലസ്തീൻ എന്ന ദേശത്തിന് പേര് കിട്ടിയത്. Since the Philistines stayed there, that's the reason why this were called ഈ രണ്ട് Palestine. കൂട്ടരും നമുക്കറിയാം ഹാമിന്റെ മക്കളാണ്. We know them, they were the people of Ham. ഹാമിന്റെ ഒരു മകനായ മിസ്രയീമിൽ നിന്ന് ഉണ്ടായതാണ് പെലിസ്ത്യര്. From Ham, one son was taken out, and that was Philistines. ഹാമിന്റെ മറ്റൊരു മകൻ ഉണ്ടായതാണ് കനാന്യര്. The second son were the Canaanites. ഇവിടെയൊക്കെ സ്വഭാവങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ആ ദേശം എങ്ങനത്തേതാണ് എന്ന്. Studying their behavioral pattern, we know how they are. പെലിസ്ത്യർ തങ്ങളുടെ ആരോഗ്യത്തിലും തങ്ങളുടെ പ്രാപ്തിയിലും തങ്ങൾക്ക് ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന ആയുധങ്ങളുടെ പ്രാപ്തിയിലും ശക്തന്മാരായിരുന്നു. Philistines were strong within themselves in what they created. അതുകൊണ്ട് അവർ തന്നെത്താൻ വെല്ലുവിളിക്കും ആരെയും ഇങ്ങോട്ട് വാടാ ഞങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. That's why they boastfully says that come to us and we do not fear you. തങ്ങളുടെ ജഡത്തിന്റെ പ്രാപ്തിയിൽ പ്രശംസിക്കുന്ന വർഗമായിരുന്നു പെലിസ്ത്യ. They used to claim within themselves for the bodily strength that they അവർ have. മറ്റു മനുഷ്യരെക്കാൾ ആരോഗ്യവന്മാരും പൊക്കം കൂടിയവരുമായിരുന്നു. In comparison to other people, they were tall and they were strengthened. നമുക്ക് പെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ കുറിച്ച് അറിയാമല്ലോ. We know about Goliath, who was a Philistine. അവൻ പ്രാകുന്നവനായിരുന്നു. അവന്റെ ശരീരത്തിന്റെ പ്രാപ്തിയിൽ മിടുക്കനായിരുന്നു. He was so strong enough that he can claim anything on അങ്ങനെ people. പെലിസ്ത്യർ വലിയ പ്രാപ്തന്മാരും ധാരാളം ഭക്ഷണം കഴിക്കുന്നവരുമായിരുന്നു. Philistines were so strong and they used to eat a lot of food. അവര്
അവിടെ സ്വഭാവ രീതി നമുക്ക് അങ്ങനെ പഠിപ്പാനായിട്ട് സാധിക്കും. We can learn about the behavioral pattern. നമുക്കറിയാം ദാവീദ് അടുത്ത് ചെല്ലുമ്പോൾ അവൻ പ്രാഗി ശപിച്ചു എന്ന് നമുക്ക് കാണാം. We see that when David approaches Goliath, he cursed him. അങ്ങനെ തനിക്കെതിരായി വരുന്നവരെ കണ്ടിട്ട് അറപ്പോടെ പ്രാകുന്ന ശപിക്കുന്ന ഒരു വർഗമായിരുന്നു ഫെലിസ്ത്യർ. The Philistines were people who used to curse others. അവരെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ പേടിക്കുമായിരുന്നു. When they look at the Philistines, people were afraid of them. അന്യ ദൈവങ്ങൾക്ക് അടിമകളായിരുന്നു അവർ. They were idol worshippers. അവരെ പ്രാകുമ്പോഴും ശപിക്കുമ്പോഴും ദൈവത്തിന്റെ ദേവന്മാരുടെ നാമം ഉപയോഗിക്കാറുണ്ടായിരുന്നു. Whenever they used to curse and do everything, they used to use that idol's name. അതിനേക്കാൾ വൃത്തികെട്ടവരായിരുന്നു കനാന്യര്. And Canaanites were even bitter than them. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം പഠിച്ചാൽ കനാന്യർ താമസിപ്പാൻ അവരുടെ മക്കൾ തിരഞ്ഞെടുത്ത സ്ഥലമാണ് സോദോം ഗൊമോറ പരിസരങ്ങളൊക്കെ. When we study the book of Genesis, we see that the chosen place of Sodom Gomorrah was written there. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. Let's come to Genesis chapter 10. അതിനകത്ത് നമുക്ക് ഈ കൂട്ടരുടെ കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയത് കാണാനായിട്ട് സാധിക്കും. We can see there and it's mentioned. 10-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം തുടങ്ങിയാട്ടെ. Chapter 10 verse 6 onwards. ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. കണ്ടോ, ഹാമിന്റെ പുത്രന്മാര് മിസ്രയീം, കനാൻ എന്നൊക്കെ വന്നേക്കുന്നത് നിങ്ങൾ വായിച്ചല്ലോ. അതിന് ഇനി 13-ാമത്തെ വാക്യം മുതൽ Verse 30. മിസ്രയീമോ ലുദീം, അനാമീം, ലഹാബീം, നഫൂമീം, പത്രൂസീം, കസ്ലൂഹീം, ഇവരിൽ നിന്ന് ഫിലിസ്ത്യർ ഉത്ഭവിച്ചു. കണ്ടോ, ഈ മുകളിൽ പറഞ്ഞ ഹാമിന്റെ പുത്രനായിരിക്കുന്ന മിസ്രയീമിന്റെ പുത്രനായിരിക്കുന്ന കഫ്സ്ലീഹീമിന്റെ പുത്രനായത് ഫെലിസ്ത്യർ. അവരിൽ നിന്നാണ് ഫെലിസ്ത്യർ ഉണ്ടായത്. So this is the generation how the Philistines were formed. നോക്ക, ഹാമിന്റെ തലമുറയിൽ നിന്നുണ്ടായതാണ് ഫെലിസ്ത്യർ. From Ham came the Philistines. ഇനി അതിന്റെ 15-ാമത്തെ വാചകം. Verse 15. കനാൻ തന്റെ ആദിജാതനായ സീദോൻ. കണ്ടോ, ഇനി 19-ാമത്തെ വാചകം. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗൊരാർ വഴിയായി ഗസ്സ വരെയും സോദോമും ഗൊമോരയും. കണ്ടോ, കനാന്യരുടെ സ്ഥലമാണ്, മക്കളുടെ സ്ഥലമാണ് സോദോം ഗൊമോറ. So the Sodom Gomorrah belonged to the Canaanites. ഞാൻ എന്തിനാണ് ഇത് ചൂണ്ടിക്കാണിച്ചതെന്ന് അറിയാമോ? Do you know why I showed you this chapter? ആരാണ് ഹാം? Who is Ham? നോഹയുടെ പുത്രൻ. Is Noah's son. എന്താണ് ഹാമിന് സംഭവിച്ചത്? What happened to Ham? അവന് 2 സഹോദരന്മാർ കൂടി ഉണ്ടായിരുന്നു. He had 2 brothers as well. എന്നാൽ ഈ ഹാമിന്റെ തലമുറ ശപിക്കപ്പെട്ടു. But Ham's generation were cursed. അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. അവർ അപ്പന്റെ നഗ്നത കണ്ട് പരിഹസിച്ചു. Because they claim on the nakedness of their father. That's the reason why. അപ്പൻ കിടക്കുമ്പോൾ അപ്പന്റെ നഗ്നത കണ്ടിട്ട് അതിൽ സന്തോഷിച്ച് കളിയാക്കിയ വർഗമാണ് ഈ ഹാമിന്റെ തലമുറ. Ham's generation, they were enjoying the nakedness of their father. That's the reason why they were cursed. ആ ശാപം ആ തലമുറയിലെ വ്യാപിക്കുന്നത് നിങ്ങൾ കണ്ടോ? Do you see how the curse is on generation to generation for Ham? നമുക്ക് തോന്നും സോദോം ഗൊമോറയിലൊക്കെ ഈ വൃത്തികെട്ട പാപം എങ്ങനെ കൊടികുത്തി വാണതെന്ന്. We might think, how did the sin approach Sodom and Gomorrah? സോദോം ഗൊമോറയിൽ താമസിക്കുന്നവന്റെ വെല്ലിപ്പന്റെ സ്വഭാവം നിങ്ങൾ പഠിക്കണം. You should understand and learn the generation back how their grandfather അവന്റെ was. അപ്പന്റെ നഗ്നതയിലെ പരിഹാസമായി സന്തോഷിച്ചവനാണ്. Because he was happily enjoying the nakedness of his father. അത് പിശാച് കയ്യിലെടുത്തു. Satan took in his hand. ദൈവം ഒരാളെ ശപിച്ചു കഴിയുമ്പോൾ, ശിക്ഷിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയെ ഉപയോഗിപ്പാൻ സാത്താൻ അടുത്തുകൂടും. When God curses a person, Satan is going to use them. ശക്തമായ മാനസാന്തരം ആ സമയത്ത് ആ തെറ്റിനോട് നടന്നില്ലെങ്കിൽ സാത്താൻ പിന്നെ അത് ഉപയോഗിക്കും. If a strong repentance is not taken place, Satan is going to take care of ഹാമിനെ it. ദൈവം ശിക്ഷിച്ചപ്പോൾ അവന് അനുദപിക്കാമായിരുന്നു. When Ham was cursed, he could have repented. എന്നാൽ അവൻ അനുദപിക്കാതെ മർക്കടമുഷ്ടിയായി മാറ്റപ്പെട്ടതിനാൽ അവനെയും അവന്റെ തലമുറകളെയും സാത്താൻ ഉപയോഗിച്ചു. The reason why he did not repent, Satan took them and Satan was taking care of them. ഹാമിന്റെ മക്കളിൽ ഉണ്ടായ ആ പൈശാചിക ശക്തി വർദ്ധിച്ചാണ് ഇന്ന് ഈ അമേരിക്കയിൽ പോലും ഈ സോദോമി പാപം ബലപ്പെട്ടിരിക്കുന്നത്. Even in America right now, the curse and the sin of the Sodom and Gomorrah has arrived. നിങ്ങൾ വസ്ത്രധാരണയിലോ സ്വഭാവത്തിലോ മറ്റേതെങ്കിലും വിഷയങ്ങളിലോ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ വ്യാപരിക്കുന്ന ആത്മാവ് ഹാമിന്റെ ആത്മാവിൽ പ്രവർത്തിച്ച പൈശാചിക ആത്മാവാണ്. In your clothing, in your thoughts, or in your behavioral pattern, if you have anything of this, just remember that you are in the curse of Ham. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. These are not little things, my brethren. അവർക്ക് ദേശങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ശക്തി പിശാച് കൊടുക്കും. They
they were given strength to overcome lot of അവർ countries. മനുഷ്യരെ കീഴ്പ്പെടുത്തും, തലമുറകളെ കീഴ്പ്പെടുത്തും, ദേശങ്ങളെ കീഴ്പ്പെടുത്തും. They can have things over people, their regions and the world as well at the same അങ്ങനെ time. ഭൂമിയുടെ ഫലഭൂഷ്ടമായ പ്രദേശം കനാൻ ദേശം അവർ കീഴ്പ്പെടുത്തി. So in that way, the best place in this world, they were belonging to അവിടെ it. പാപം കൊടികുത്തി വാണു. Sin was there for a longer time. ആ സ്ഥലത്തേക്കാണ് ദൈവം അബ്രഹാമിന്റെ നേതൃത്വത്തിൽ തന്നെ ജനത്തെ നടത്തിയത്. That is the place where God has promised his people there with Abraham. അവിടെ വെളിച്ചപ്പരന്മാരും ക്ഷുദ്രക്കാരും മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവരൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. There were a lot of people who was doing against the will of God. അവിടെ മൃഗങ്ങളെക്കാൾ താഴെ രീതിയിൽ പാപം വർദ്ധിച്ചുകൊണ്ടിരുന്നു. Even below the animals, the sin was taking place. അതുകൊണ്ട് അവരുടെ ആലയത്തോടും അവരുടെ ആരാധനയോടും അവരോടും ബന്ധം പുലർത്തരുത് എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. That's why God said, do not associate with them in any manner. ഇസ്രായേൽ മക്കൾക്ക് അഗ്നിമയമായ പ്രമാണം കൊടുത്തുകൊണ്ടാണ് അവർ ആ ദേശത്തേക്ക് വിട്ടത്. Because with the strong principle, God led them to that place. അവർ പ്രമാണത്തിൽ നിൽക്കുമ്പോൾ അവർ ശക്തരായിരുന്നു. When they were in the law, they were strong enough. ഈ പാപങ്ങളുടെ പ്രതീക്ഷയ്ക്കകത്ത് സാക്ഷാൽ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം അബ്രഹാമിന്റെ സന്തതിയെ അങ്ങോട്ട് അയച്ചു. In the paradise of sin, Abraham's children were been sent to there. എന്നാൽ അവിടെ ചെന്ന് അവര് യോശുവയ്ക്ക് ശേഷം ഇവരുമായി ഇടകലർന്നു. But after Joshua, they started to mingle with those people. അവരെ ഇടകലരുവാൻ പല കാരണങ്ങളുണ്ട്. There were a lot of things why they associated with them. നമ്പർ 1 ആയ കാര്യമാണ് മ്ലേച്ഛത. The first thing is the whole impurity. മ്ലേച്ഛത എന്ന ഇരയിട്ട് കൊടുത്തുകൊണ്ട് ഈ ഇസ്രായേൽ മക്കളെ ഈ ഫെലിസ്തീനും ഈ കനാന്യരുമൊക്കെയും അവരുടെ കൂട്ടുകാരാക്കി മാറ്റി. Impurity was put in front of them and they made friends with them as well. ഒരു ഭാഗത്ത് ദൈവത്തോട് അവർക്ക് ബന്ധമുണ്ടെങ്കിലും ജീവിതത്തിൽ അവര് ദൈവത്തിൽ നന്യപ്പെട്ട് ഈ ഫെലിസ്തീനും കനാന്യരും അവിടെ മ്ലേച്ഛതയുമായി ബന്ധം പുലർത്തി. In one instance they belonged to God, but on the other end they were impure in spirit. അതുകൊണ്ട് ദൈവത്തിന് അവരെ ശിക്ഷിക്കാതിരിക്കാൻ കഴിയത്തില്ല. So God cannot say, I'm not going to punish them. അങ്ങനെ ദൈവം ശിക്ഷിച്ച സമയമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ കാര്യങ്ങൾ. So that is the time during it is written in Judges. ആ സമയത്ത് ദൈവം അവരുടെ ഇടയിൽ അവർക്ക് പാപബോധം വരുത്തി അവരെ രക്ഷിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ അഭിഷക്തന്മാരാണ് ന്യായാധിപന്മാർ. So those the judges people who were raised so that they people might come out of their ഈ sin. പാപമെല്ലാം കണ്ട് വേദനിക്കുന്ന അതാത് കാലത്തെ മനുഷ്യർ ജീവിച്ചിരുന്നു. There were a lot of people who were grieving within themselves seeing the sin. നമുക്കറിയാം സോദോമിൽ ഈ അനീതി കണ്ട് നൊന്ത ഒരു മനുഷ്യനാണ് ലോത്ത്. Lot was very grieved seeing the sin in Sodom and Gomorrah. ഇതുപോലെ ഈ കനാൻ ദേശത്ത് അവിടുത്തെ അനീതി കണ്ട് നൊന്ത മറ്റൊരു മനുഷ്യനാണ് മനോഹ. Manoah was a person who was grieved seeing the sin in Sodom and Gomorrah. ലോത്തിന് മക്കൾ ഉണ്ടായിരുന്നു, എന്നാൽ മനോഹയ്ക്ക് മക്കളില്ലായിരുന്നു. Lot had children, but Manoah did not have children. ഒരു ദിവസം മനോഹയ്ക്ക് ഈ ഭാരമുണ്ടായ സമയത്ത് അവന്റെ ഭാര്യയ്ക്ക് ദൈവം വെളിപ്പെട്ടു. When Manoah was grieving within himself, the time God appeared to his wife, അവളോട് പറഞ്ഞു, നിനക്ക് മക്കളൊന്നുമില്ലല്ലോ, പക്ഷേ നിനക്കൊരു മകൻ ജനിക്കാൻ പോകുകയാണ്. God told her that you do not have children, but there will be a son being born to നീ ആ you. മകന് വേണ്ടി നിന്റെ ശരീരത്തെ ഒരുക്കണം. You should prepare your body for that child. നീ അശുദ്ധമായതൊന്നും കഴിക്കുകയോ തൊടുകയോ ചെയ്യരുത്. You should not touch or eat any നീ impure ഒരു things. പ്രത്യേക സ്ത്രീയായി വിശുദ്ധി പാലിക്കണം. You should be holy enough. നിനക്ക് ഒരു മകനെ ദൈവം തരുവാൻ പോകുകയാണ്. God is going to give you a child. അവളെ ഓടിച്ചെന്ന് അവളുടെ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് എന്ന് ഈ കാര്യം പറഞ്ഞു. She ran to her husband and told this thing. ഒരു ദൈവദൂതൻ എന്റെ അടുക്കൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. She said an angel of Lord came അവർ to me and രണ്ടുപേരും told. കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. Both of them prayed together. വീണ്ടും ആ ദൈവദൂതൻ അവർക്ക് വെളിപ്പെട്ടു. The angel of the Lord appeared in both നീ of them. തന്നെയാണോ എന്റെ ഭാര്യയുടെ അടുക്കൽ വന്ന് പറഞ്ഞത്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. They asked him, are you the same person who came and told you my അപ്പോൾ wife? ദൂതൻ പറഞ്ഞു, നിന്റെ ഭാര്യ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. The angel of the Lord told, I have told your wife what to do and she should do അവൻ accordingly. അതുപോലെ ജീവിച്ചു. She lived accordingly. ഇതൊരു കൊച്ചു കാര്യമല്ല. ആ തലമുറയിൽ ഏറ്റവും മ്ലേച്ഛത നടക്കുന്നതിന് നടുവില് ഒരു സ്ത്രീയും ഭർത്താവും ദൈവത്തിനായി It ജീവിച്ചു. is not a small thing in the midst of all the sinful nature. This husband and wife lived according to the word എന്റെ of God. സഹോദരങ്ങളെ, നിങ്ങൾ ഇത് ചിന്തിച്ചാൽ ആഴമേറിയ സന്ദേശം ഇതിനകത്ത്. My brother, if you think deeply, there is a great message in this. ദൈവത്തെ സേവിക്കുന്ന ഈ വീട്ടിലെ ഒരു കുഞ്ഞ് ഉണ്ടായിട്ടില്ലായിരുന്നു. Serving God, there is not a son being born there. എന്നിട്ടും അവർ ദൈവത്തെ മുറുകെ പിടിച്ചു. Moreover, they serve God. ആ കുഞ്ഞുണ്ടാകാൻ
വളരാതിരുന്നൊരു ഉദ്ദേശമുണ്ടായി. There was a plan for God why the child was not നമ്മുടെ born. ജീവിതത്തിലെ തടസ്സങ്ങൾ ലോകപ്രകാരം കാണുമ്പോൾ ക്ഷീണിച്ചു പോകരുത്. Do not think about anything which happens in this world. നീ സേവിക്ക് ദൈവത്തെ വിട്ട് മറ്റൊരു വഴിയിലേക്ക് തിരിയരുത്. Do not turn away from our Lord. നീ പിടിച്ചു നിൽക്കുന്ന നിന്റെ വിശ്വാസത്തില് നിന്റെ കുടുംബത്തിൽ നിന്നെ കൊണ്ട് ദൈവം വലിയ Hold strong to your faith because God has a purpose in your family. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞാൽ പോരാ, ഒന്നും അനുകൂലമല്ലാത്തപ്പോഴും ദൈവത്തിന് സ്തോത്രം Do not thank God when everything is favorable. Thank God even on unfavorable ഈ situation. കുടുംബം ആ തലമുറയിൽ ആ നാട്ടിൽ ദൈവത്തിൻ്റെതായിരുന്നു. Because this family belonged to God that time. എനിക്കറിയാം അവിടുത്തെ പാപപ്രവൃത്തികൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. You will be astonished listening and reading the sins in that city. അവിടുത്തെ പട്ടിയും പന്നിയും അവിടുത്തെ മനുഷ്യരെക്കാൾ The നല്ലവരായിരുന്നു. dog and the pigs were better than men. അത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യരുടെ നടുവിലാണ് ഈ കുടുംബം ദൈവത്തിനായിട്ട് നിന്നത്. In the midst of all the impurity, this family stood for God. അവർ ദൈവത്തിന് വേണ്ടി നിന്നിട്ടും ഒരു കുഞ്ഞിനെ കിട്ടാതിരുന്നിട്ടും അവർ ദൈവത്തിന് വേണ്ടി Even though they stood for God, they did not have a child, but they still praised God. മറ്റുള്ളവരെക്കാൾ ദൈവത്തെ പഴിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു. They could have admonished God at the time, എന്നാൽ അവർ ദൈവത്തെ പഴിച്ചില്ല. but they did not blame അവർ God for ദൈവത്തിന് anything. വേണ്ടി നിന്നു. They stood for God. തക്ക സമയത്ത് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. At the right time, God delivered for them as well. ഒരു മകനെ ഗർഭം ധരിച്ചു, മകനെ പ്രസവിച്ചു. A son was promised and she gave birth to a son. ഒന്നിലധികം ന്യായാധിപന്മാരെ കുറിച്ച് ഈ പുസ്തകത്തിലുണ്ട്. There is multiple judges over here. എന്നാൽ എല്ലാവരും ന്യായാധിപന്മാരെയും അവരുടെ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ യൗവന പ്രായത്തിലാണ് ദൈവം വിളിച്ചത്. Many a time we see that the young people were called to be a judge. എന്നാൽ ഈ കുടുംബത്തിൽ ദൈവം വിളിച്ച ശിംശോൻ അവന്റെ അമ്മയുടെ അകത്തുണ്ടാകും മുമ്പേ ദൈവം വിളിക്കുകയാണ് But ചെയ്തത്. this judge Samson was being called by God in the womb of his mother. കണ്ടോ, ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത കുടുംബം. Do you see how God had prepared because his will need to be delivered? അങ്ങനത്തെ ചില വ്യക്തികളുണ്ട്, അങ്ങനത്തെ ചില കുടുംബങ്ങളുണ്ട്. There are some people like that and there are some families in that way. അവർ ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തിന്റെ ദൈവമക്കളാണ്. There are specific purpose for God and God's children. അങ്ങനെ ഈ കുഞ്ഞ് വളർന്നു. And this child grew. അടുത്തത് നമ്മുടെ ദൂതായിട്ട് ഇന്ന് കർത്താവിനെ ഏൽപ്പിക്കുന്നത് And the message for today, ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 14-ാം അധ്യായം 5-ാമത് വാക്യം. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നക്കരിയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. നോക്കുക, ഈ കുടുംബം വളരെ സന്തോഷത്തിലാണ്. this family is very happy right now. അപ്പനും അമ്മയും മോനും The father, the mother and the son, അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. they are living together. അവരെവിടെയെങ്കിലും പോയാൽ ഒരുമിച്ചേ പോകത്തുള്ളൂ. If they travel together. എന്തോ ഒരു സന്തോഷമാണ്. They are very happy. ഒന്നാമത്തെ കാര്യം അവർ ദൈവത്തെ സേവിക്കുന്ന കുടുംബമാണ്. The first thing, they serve God. രണ്ടാമത്തെ കാര്യം ഒത്തിരി താമസിച്ച് കിട്ടിയ ഒരു മോനാണ്. The second thing is that after a late time she gave അത് birth. ദൈവം പ്രത്യേകം പറഞ്ഞു കൊടുത്ത ഒരു മോനാണ്. And God has purposed that son for them. ആ അപ്പനും അമ്മയ്ക്കും മോനും എന്തൊരു സന്തോഷമാണ്. All three of them are happy. അവരെവിടെ ജീവിച്ചാലും ഒരുമിച്ചാ ജീവിക്കും. Whenever they live together. ഇപ്പോൾ അവർ ഒരുമിച്ച് അവർ യാത്ര പോകുകയാണ്. Right now they're traveling together. നമുക്കറിയാം അതിന്റെ പശ്ചാത്തലമൊക്കെ. We know the history behind it. പക്ഷേ ഒരു പ്രത്യേക സന്ദർഭം ഇവിടെ ഉണ്ടായി. But there was something that happened there. ഒരു മുന്തിരിത്തോട്ടത്തിന്റെ അടുത്ത് ചെന്നപ്പം When they came near a vineyard, ഒരു ബാലസിംഹം there was a young lion ചാടി വരികയാണ്. came and started pounce on them. എങ്ങോട്ടാ ചാടി വന്നത്? Where did the young lion come? ഒന്നുകൂടി ആ വാക്യം വായിച്ച്. Let's read it once again. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നക്കരിയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ it came against him. Praise the Lord. Hallelujah. കണ്ടോ, അതായത് 3 പേര് പോകുമ്പോൾ ചാടി വരുന്നെങ്കിൽ 3 പേരുടെ നേരെ വരണ്ടേ? When 3 people travel together, the lion should come on 3 of them together. അവന്റെ നേരെ ചാടി വന്നു. But it came against him only. അതെന്താ സിംഹമേ നീ അവന്റെ നേരെ വരുന്നത്? Why this lion came against him? Praise the Lord. Hallelujah. Hallelujah. അനേക പാഠങ്ങൾ പരിശുദ്ധാത്മാവിൽ പഠിപ്പിക്കുന്നു. The Holy Spirit is teaching a lot of lessons from this. ഒന്ന്, First, നമ്മളെ ഒരുമിച്ചാണെങ്കിലും ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും. many a times we are together, but there is a time when you're alone. അതാണല്ലോ പ്രിയ തമ്പി ബ്രദറിൽ കൂടെ ഇന്ന് നാം പഠിച്ചത്. That's what we learn from our Thambi uncle. നാം ഒറ്റപ്പെടുന്ന
സമയങ്ങളുണ്ട്. There is a time of loneliness. ഹല്ലേലൂയ. Hallelujah. ഇത്രയും സമയം ഞാൻ പറഞ്ഞത് ചരിത്രത്തോട് കൂടിയ സന്ദേശമായിരുന്നു. So till now I was talking about history. ഇനി ഞാൻ തരാൻ പോകുന്നത് ദൈവാത്മാവിലുള്ള ദൂത് കൂടിയാണ്. Right now I'm going to give the message from the Holy Spirit. നീ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. You're staying in a house, എന്നാൽ ചിലപ്പോൾ നീ ഒറ്റയായി പോകും. but you might be alone sometimes. ലോകം കാണുമ്പോൾ ആ വീട്ടിൽ ധാരാളം ആൾക്കാരുണ്ട്. When the world sees a lot of people there, എന്നാൽ പലപ്പോഴും നാം ഒറ്റയായി മാറ്റപ്പെടും. but we might be lonely right now. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല? Does this thing happen to your life? ഇവിടെ നോക്കുക, അപ്പനും അമ്മയും മോനും ഒരുമിച്ച് പോകുക, പക്ഷെ സിംഹത്തിന് ആവശ്യം ഒരുവനെയാണ്. Here we see that three of them are traveling together, but the young lion needs this person. വേദപുസ്തകത്തിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. There is a meaning for each and every word in the Bible. വെറുതെ ഒന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. There is nothing that is written against the Bible. അവരുടെ നേരെ എന്നെഴുതാതെ അവന്റെ നേരെ എഴുതുന്നത് തെറ്റി എഴുതിയതല്ല, പരിശുദ്ധാത്മാവ് ശക്തമായത് എഴുതിപ്പിച്ചതാണ്.